ഈ കേസിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന SP സുൽഫിക്കർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഒപ്പം പബ്ലിക് പ്രോസിക്യൂട്ടറായ വിനീത് കുമാറും കോടതിയുടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവർ മാധ്യമങ്ങളെ കാണും. ഒപ്പം ഇവരുടെ ഈ ഷാരോണിൻ്റെ അമ്മയും കോടതിയുടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവർ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരുമോ എന്ന കാര്യം വ്യക്തമല്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാറും ഒപ്പം അന്വേഷണ മേൽനോട്ടം വെച്ച അന്വേഷണ ഉദ്യോഗസ്ഥരായ SP സുൽഫിക്കറും വരുന്നു. ആദ്യം നമുക്ക് വിധിയിൽ തൃപ്തരാണോ? തീർച്ചയായിട്ടും ഷാരോൺ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുകയാണ്. പ്രോസിക്യൂഷന്റെ വാദം മുഴുവൻ അംഗീകരിച്ചു കോടതി. അതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കോടതി കണ്ടെത്തി. പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. വധശിക്ഷ. സംതൃപ്തരാണോ? നമ്മുടെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ പോയിന്റുകളും തന്നെ കോടതി വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴശിക്ഷയും വിധിച്ചിട്ടുണ്ട്. പിന്നെ 302 IPC കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് അതിനും 10 കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് 1 ലക്ഷത്തിൻ്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട്. പിന്നെ 328 അതായത് വിഷം കൊടുത്തതിന് 5 വർഷത്തെ തടവ് ശിക്ഷയും 50,000 റുപ്പീസ് അത് ഫൈനും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ 203ക്ക്, അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന്. അപ്പോൾ ഇതെല്ലാം തന്നെ A3ക്ക് 3 വർഷത്തെ തടവ് ശിക്ഷയാണ്, 50,000 രൂപയുടെ പിഴശിക്ഷയും. അപ്പം 201 അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിലെ എമൗണ്ട് റിയലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിഴശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു. അത് വളരെ കേരള പോലീസിൻ്റെ അഭിമാനമാണ്. അപ്പം അതിനാൽ അതൊരു വലിയ കേരള പോലീസിന്റെ വിജയമായിട്ടും പ്രോസിക്യൂഷന്റെ വിജയമായിട്ടും ഞങ്ങൾ ഇതിനെ കാണുന്നു. വിധിയിൽ പൂർണ്ണമായും തൃപ്തരാണ്. 100% തൃപ്തനാണ് എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ഷാരോൺ രാജിന്റെ കുടുംബവുമായിട്ട് വരുന്ന വഴിക്കിപ്പോൾ അവർ വന്ന് പറഞ്ഞു 100% കോടതി വിധിയിൽ സംതൃപ്തി അവർ അറിയിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ലഭിച്ചു എന്ന് ഇപ്പോൾ പറയുകയാണ്. ഒരു കാര്യം കൂടി, അമ്മയെ ഒഴിവാക്കിയിരുന്നു, കുറ്റവിമുക്തയാക്കുന്നു, അതിനെതിരെ തുടർ നിയമ നടപടികൾ ഒരിക്കലും ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഒരിക്കലും അപ്പീൽ കൊടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. കാരണം അതിന്റെ തെളിവിന്റെ അഭാവം എന്ന് പറയുന്നത് പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴി അല്ലാതെ മറ്റൊന്നും തന്നെ അവർ തെളിവ് നശിപ്പിച്ചതിന് ലഭിച്ചിട്ടില്ലായിരുന്നത് കൊണ്ട് മാത്രമാണ് കോടതിക്ക് അവരെ വെറുതെ വിടേണ്ടി വന്നത്. ഈ ജ്യൂസിൽ വിഷം കൊടുത്ത കുറ്റമാണ്, അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെ പ്രോസിക്യൂഷൻ അക്കാര്യം ഉന്നയിച്ചില്ല എന്ന് കോടതി. അതെ, അതായത് ഈ നേരത്തെ 22/8/2022 ഇതേ സമാനമായിട്ട് ജ്യൂസിൽ വളരെ ഹെവി ഡോസ് ഓഫ് പാരസെറ്റമോൾ കലക്കി ഒരു ശ്രമം ഈ ഒന്നാം പ്രതി ഷാരോൺ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടത് ഷാരോൺ രാജ് അത് ജ്യൂസ് തുപ്പിക്കളഞ്ഞത് കൊണ്ടാണ് എന്ന് കോടതി കണ്ടെത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ് എന്ന് കോടതി അത് വിലയിരുത്തുകയും അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൗണ്ടായിട്ട് ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ട് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായത്. അതായത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം നിരാകരിച്ചത് ഈ ഒരു പോയിന്റിലൂടെയാണ്. ഇതും കൂടാതെ തന്നെ ഇത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഇന്റലിജന്റ് ക്രിമിനൽ എന്നുള്ളൊരു രീതിയിലാണ് കോടതി കണ്ടെത്തിയത്. ഒരു ഡെവിളിഷ് പൈശാചികമായ മനസ്സിന് ഉടമയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ പൂർണ്ണമായിട്ടും കോടതി അംഗീകരിച്ചും കൂടെ കൊണ്ടാണ് ഈ ഒരു ശിക്ഷ വിധിച്ചത്, വധശിക്ഷ വിധിച്ചത്. അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ SP സുൽഫിക്കർ കൂടി നമുക്കൊപ്പം ചേരുന്നു. എന്ത് തോന്നുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ? ഞങ്ങൾക്ക് കോടതി വിധിയിൽ വളരെ കൃത്യമായിട്ട് വളരെ സംതൃപ്തിയുണ്ട്. അതുപോലെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ വിനീത് കുമാർ സാർ ഈ കേസ് ഏറ്റെടുത്തതുപോലെ നമുക്ക് ഈ വിധി ഇങ്ങനെ ആയിരിക്കുമെന്ന് തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിസങ്കീർണമായ കേസ്, അതിനേക്കാൾ സങ്കീർണ അവസ്ഥയിലൂടെ അന്വേഷിച്ച് കണ്ടെത്തിയ കേരള പോലീസിന് അഭിനന്ദനമെന്നും കോടതി പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. മാതാപിതാക്കളെ നമുക്ക് കോടതി വളപ്പിൽ കാണാം. റഹീസ്, അവരുടെ പ്രതികരണം കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഗ്രീഷ്മയുടെ
കോടതി വളപ്പിൽ വലിയ തിക്കും തിരക്കുമാണ് അനുഭവപ്പെടുന്നത്. ഷാരോണിന്റെ കുടുംബാംഗങ്ങൾ അമ്മയടക്കം ഇപ്പോൾ പുറത്തുണ്ട്.